ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആദിത്യദശയിൽ ജനിക്കുന്ന നാളുകാരെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ആദിത്യദശ ഫലങ്ങൾ ആദ്യം ഒന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ജനിക്കുന്ന നാളുകാരെക്കുറിച്ചുള്ള കാര്യം പറയാം. ആദിത്യദശ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദിത്യദശ ഫലങ്ങളെന്ന് പറയുന്നത് ആദിത്യൻ അനുകൂലനാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് ആദ്യം ഞാൻ പറയുന്നത്. ആദിത്യദശ കാലത്തെ വലുതായ പ്രവർത്തനശേഷി, പ്രതാപം, ശ്രേഷ്ഠത എന്നിവയുണ്ടാകും. ധൈര്യം, കീർത്തി, രാജത്വം, ധനപ്രാപ്തി എന്നിവയും ശുഭകരനായ ആദിത്യദശയുടെ ഫലങ്ങളാണ്. ആദിത്യദശാകാലം അനിഷ്ട കാലമാണെന്നുണ്ടെങ്കിൽ, നമുക്ക് അനിഷ്ടനായിട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദിത്യ ദശാകാലം, പിന്നെ ആ ദശാകാലത്ത് ധനനഷ്ടം, പിതൃദുരിതം, ഭൃത്യന്മാരാൽ ഉപദ്രവം, ചോരഭയം, നയനരോഗം, അഗ്നിഭയം, ആയുധം മൂലമുള്ള ഉപദ്രവം, അധികാരസ്ഥാനങ്ങൾ പോകുക, പാപകർമ്മങ്ങളിൽ താല്പര്യം, ക്ലേശങ്ങൾ, രോഗങ്ങൾ തുടങ്ങിയവ നമ്മുടെ ഫലങ്ങളായിട്ട് വരും. നമുക്ക് ആദിത്യദശ മോശമാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ജാതകത്തിലെ സൂര്യൻ ദുർബലനായ ഉള്ള വ്യക്തിയിലെ കാണപ്പെടുന്ന കാര്യങ്ങളെ ആത്മവിശ്വാസം കുറയുക, ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളെ നമുക്ക് നേരിടേണ്ടി വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, ഒരു ധൈര്യക്കുറവ്, അകാരണമായ ഭയം, ഇവയൊക്കെ നമ്മളെ ബാധിക്കും. സ്വന്തം കഴിവുകളിലും വ്യക്തിത്വത്തിലും വിശ്വാസമില്ലായ്മയൊക്കെ നമുക്ക് ഉണ്ടാകും. ഈ ആദിത്യദശയിൽ ജനിക്കുന്ന നാളുകാർ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്ന് കാർത്തിക, ഉത്രം, ഉത്രാടം. ഈ നാളുകാരാണ് ആദിത്യദശയിൽ ജനിക്കുന്നത്. ഇവർ മനുഷ്യഗണത്തിൽപ്പെട്ട നാളുകാരാണ്. ഈ ആദിത്യദശ എന്ന് പറയുന്നത് പൊതുവേ അത്ര നല്ലതല്ല. ദശാകാലം എന്ന് പറഞ്ഞാൽ ആർക്കാണെന്ന് പറഞ്ഞാലും നമുക്ക് അത്ര ഗുണകരമായിട്ട് സംഭവിക്കത്തില്ല. അപ്പം കാർത്തിക നാളിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. കാർത്തിക നാളെന്ന് പറയുന്നത് അവരുടെ ജനനം ആദിത്യദശയിലാണ് അവർ ജനിക്കുന്നത്. പിന്നെ ആദിത്യദശയിൽ ജനിച്ച് 3 വയസ്സ് വരെ അവർക്ക് ആദിത്യദശയായിരിക്കും. അത് കഴിയുമ്പോൾ അവർക്ക് ചന്ദ്രദശ ആരംഭിക്കും. 3 വയസ്സ് മുതൽ 13 വയസ്സ് വരെ അവർക്ക് ചന്ദ്രദശയായിരിക്കും. 13 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് ചൊവ്വാദശ ആരംഭിക്കും. ചൊവ്വ കഴിയുമ്പോൾ പിന്നെ 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ചൊവ്വാദശയായിരിക്കും. ചൊവ്വാദശ കഴിഞ്ഞിട്ട് പിന്നെ 20 വയസ്സ് മുതൽ 38 വയസ്സ് വരെ അവർക്ക് രാഹു കഴിയുമ്പോൾ പിന്നെ 38 വയസ്സ് കഴിഞ്ഞ് രാഹു കഴിയും. 38 വയസ്സ് കഴിയുമ്പോൾ വ്യാഴദശ ആരംഭിക്കും. വ്യാഴദശ അവർക്ക് നല്ലതായിരിക്കും. അവർക്ക് 20 വയസ്സ് മുതൽ, ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ആദിത്യനില്ല അവരുടെ ജനനം. പിന്നെ 3 വയസ്സ് വരെ ആദിത്യനായിരിക്കും. ആദിത്യ ദശാകാലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. 3 വയസ്സ് വരെയുള്ള ആ കാലം അത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പിന്നെ രോഗങ്ങളും ദുരിതങ്ങളും അമ്മമാർക്കും അച്ഛന്മാർക്കും ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ദുരിതം കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അപ്പം പിന്നെ ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും 3 വയസ്സ് വരെയുള്ള ആ കാലത്തിന് നമുക്കായിരിക്കും, അച്ഛനമ്മമാർക്കായിരിക്കും അതിൻ്റെ അനുഭവങ്ങൾ കൂടുതലും വരുന്നത്. കാര്യം നമ്മളല്ലേ അതുങ്ങളെ കുഞ്ഞിനെ കൊണ്ടല്ലേ നമ്മൾ നടക്കുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടും. പക്ഷേ 20 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ഞാൻ പറഞ്ഞല്ലോ ചൊവ്വാദശ അവർക്ക്. പിന്നെ വരുന്ന ചൊവ്വയുടെ ചന്ദ്രൻ അവർക്ക് കുഴപ്പമില്ല. 3 വയസ്സ് കഴിഞ്ഞ് 13 വയസ്സ് വരെ ഒരു ചന്ദ്രദശാകാലം അവർക്ക് വലിയ കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ലാതൊക്കെ പോകും, നല്ലതാണ്. പക്ഷേ 20 വയസ്സ് മുതൽ അവർക്ക് 38 വയസ്സ് വരെ അവർക്ക് പല പല ബുദ്ധിമുട്ടുകളും, അത് രാഹു ദശാകാലത്ത് പലവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവർക്ക് അനുഭവിക്കേണ്ടി വരും. അത് കഴിയുമ്പോൾ അവർക്ക് 38 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് നല്ലതാകും. വ്യാഴദശ ആരംഭിക്കും. 38 വയസ്സ് മുതൽ 54 വയസ്സ് വരെ അവർക്ക് വ്യാഴദശയാണ്. പിന്നെ ഉത്രം നക്ഷത്രത്തിൻ്റെയും ജനനം ആദിത്യദശയിലാണ് ജനനം. പിന്നെ അവർക്ക് 3 വയസ്സ് വരെ ആദിത്യദശയാണ്. ആദിത്യദശ കഴിഞ്ഞ് 3 വയസ്സ് കഴിഞ്ഞ് 13 വയസ്സ് വരെ ചന്ദ്രദശാകാലത്ത് അവർക്ക് ഒരു കുഴപ്പമില്ല. ചന്ദ്രദശാകാലം നല്ലതാണ്. 13 വയസ്സ് വരെ അത് പഠനവും കാര്യങ്ങളെല്ലാം നടക്കും. ആ 13 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ 20 വയസ്സ് വരെ കുജദശയാണ്. കുജം കഴിയുമ്പോൾ 20 വയസ്സ് കഴിഞ്ഞ് 38 വയസ്സ് വരെ അവർക്ക് പിന്നെ രാഹുവാണ്. ഈ രാഹു ദശാകാലം ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. 38 വയസ്സ് കഴിയുമ്പോൾ പിന്നെ വ്യാഴദശ അവർക്ക് ആരംഭിക്കും.
ഉത്രം നക്ഷത്രക്കാർ നല്ല വിദ്യാഭ്യാസവും പരമായൊക്കെ ഉന്നതിയിലൊക്കെ എത്തുന്നവരൊക്കെ ആയിരിക്കും. കുറച്ച് വാശിയൊക്കെ കൂടുതലുള്ള നാളുകാരൊക്കെയാണ് ഈ ഉത്രം നക്ഷത്രക്കാരെ. അവരെ ആരുടെയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും കേൾക്കാനും ഒന്നും താല്പര്യമില്ലാത്ത നാളുകാരാണ് ഈ ഉത്രം നക്ഷത്രക്കാർ. സ്വതന്ത്ര ചിന്താഗതിക്കാരൊക്കെയാണ്. അവരുടെ സ്വന്തമായ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ അവർ എന്ത് കാര്യങ്ങളും അവർ ചെയ്യാറുള്ളൂ. അതൊക്കെയാണ് അവരുടെയൊക്കെ ഒരു ഗുണങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉത്രം നക്ഷത്രത്തിൻ്റെ ജനനം ഉത്രം നക്ഷത്രത്തിൻ്റെ ജനനം ആദിത്യ ദശയാന്ന് പറഞ്ഞല്ലോ. ആദിത്യ ദശയാണ് ഉത്ര നക്ഷത്രത്തിൻ്റെ ജനനം. 3 വയസ്സ് വരെ ആദിത്യൻ. അത് കഴിഞ്ഞവർക്ക് ചന്ദ്രദശ ആരംഭിച്ചു. 13 വയസ്സ് വരെ ചന്ദ്രദശ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുജദശ ആരംഭിച്ചു. 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെ കുജദശ. അത് കഴിഞ്ഞവർക്ക് 20 വയസ്സ് കഴിഞ്ഞ് 38 വയസ്സ് വരെ രാഹുവാണ്. രാഹു ദശാകാലം ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. രാഹു ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ആ സമയങ്ങളിൽ നന്നായിട്ട് രാഹുപ്രീതി വരുത്തി മുന്നോട്ട് പോകുക. നമുക്ക് പിന്നെ ഈ സമയത്ത് ജോലിയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ജോലിയൊക്കെ നഷ്ടപ്പെടുകയും പിന്നെ അതിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഉള്ള ജോലി കളയാതെ അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതിനുശേഷം അവർക്ക് വ്യാഴം നല്ലതാകും. 38 വയസ്സ് കഴിയുമ്പോൾ 54 വയസ്സ് വരെ വ്യാഴദശയാണ്. ആ സമയം അവർക്ക് നല്ലതായിട്ട് ഭവിക്കും. കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യും. ഇനി ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രവും ആദിത്യ ദശയിലാണ് ജനനം. ഈ ആദിത്യ ദശ ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ 3 വയസ്സ് വരെ ആദിത്യനാണ്. ആദിത്യന് ഈ കുഞ്ഞായിരിക്കുന്ന സമയത്തുള്ളത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും. ആദിത്യ ദശ 3 വയസ്സ് വരെ ആദിത്യൻ. അത് കഴിയുമ്പോൾ ചന്ദ്രദശ ആരംഭിക്കും. ആ കുഞ്ഞിന് 13 വയസ്സ് വരെ ചന്ദ്രദശയാണ്. ചന്ദ്രദശാകാലം കുഴപ്പമില്ല, പഠനമൊക്കെ നന്നായിട്ട് നടക്കും. അത് നല്ലതാണ്. 13 വയസ്സ് വരെ ചന്ദ്രദശ. അത് കഴിഞ്ഞ് ചൊവ്വ ആരംഭിക്കും. ചൊവ്വയും അത്ര നല്ലതെന്ന് പറയാനില്ല. ചൊവ്വാദശയും പിന്നെ വലിയ കുഴപ്പമില്ല. എന്നാലും അവർക്ക് ചൊവ്വാദശ 20 വയസ്സ് വരെ ചൊവ്വയാണ്. ചൊവ്വ കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിയുമ്പോൾ രാഹു ആരംഭിക്കും. 38 വയസ്സ് വരെ പിന്നെ രാഹു ദശാകാലം ഒരുപാട് നമുക്ക് ഉത്രാട നാളുകാർക്ക് എന്ന് പറഞ്ഞാലും ഒരുപാടാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കൊണ്ട് രാഹു അലച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. നമുക്ക് ജോലിയിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ തടസ്സങ്ങളും ജോലി തടസ്സവും സ്ഥാനമാറ്റവും ഒക്കെ സ്ഥാനചലനങ്ങളും ഒക്കെ ഉണ്ടാകും. രാഹു അത്ര പ്രീതികരമായിരിക്കത്തില്ല നമുക്ക്. അപ്പം 38 വയസ്സ് വരെ രാഹു ആയിരിക്കും. രാഹു കഴിയുമ്പോൾ അവരുടെ സമയം നല്ലതാകും. 54 വയസ്സ് വരെ പിന്നെ വ്യാഴദശയാണ്. വ്യാഴദശ അവർക്ക് നല്ലതായിരിക്കും. അപ്പോൾ ജോലിയിലെ ഉന്നതിയും പിന്നെ നല്ല ഒരു കാര്യമായിട്ടുള്ള മുന്നേറ്റമൊക്കെ നമുക്കുണ്ടാകും. രാഹു കാലത്തും ചൊവ്വാകാലത്തും ഉള്ള അതിനേക്കാളും നല്ല മേന്മയുണ്ടാകുന്നത് നമുക്ക് പിന്നെ 38 വയസ്സ് കഴിയുമ്പോഴാണ്. 38 വയസ്സ് മുതൽ 54 വയസ്സിനിടയ്ക്ക് നമുക്ക് നല്ലതാകും. അത് വ്യാഴദശാകാലമാണ്. ആ സമയത്ത് നമുക്ക് പിന്നെ വീടും വസ്തുവും പിന്നെ കാര്യങ്ങളും വീടൊന്നും ഇല്ലാത്തവർക്കും അങ്ങനെയൊക്കെ ആ സമയത്ത് നമുക്ക് എല്ലാം പിന്നെ അത് കിട്ടുന്ന സമയമാണ്. എല്ലാം നമുക്ക് നല്ലതായിട്ട് സംഭവിക്കുന്ന സമയമാണ് ഈ 38 വയസ്സ് മുതൽ 54 വയസ്സിന് ഇടവരെ. അത് നല്ല കാലമാണ് ഉത്രാടംകാർക്ക്. പിന്നെ അത് പറഞ്ഞ ആദിത്യദശാകാലം എന്ന് പറഞ്ഞ് നമുക്ക് കുറേ അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരു തരുന്ന സമയമാണ്. അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്താണ് ഇവർക്കെല്ലാം ആദിത്യദശ. ആദിത്യദശയിൽ തന്നെയാണല്ലോ ജനനം. ആ സമയത്താണ് ഇവർക്ക് ആദിത്യദശ. അതുകൊണ്ട് അവർക്ക് 3 വർഷമേ അവർക്ക് അതിൻ്റെ ഇത് വരുന്നുള്ളൂ. 6 വർഷം ആദിത്യദശ. പക്ഷേ ജനിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പകുതിയേ കിട്ടത്തുള്ളൂ. അപ്പം 3 വയസ്സ് വരെ നമുക്ക് ആദിത്യദശയുടെ അനുഭവങ്ങളുണ്ടായിരിക്കും. ആ സമയങ്ങളൊക്കെ നന്നായിട്ട് പിന്നെ ദൈവവിചാരം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തിലാണെന്നുണ്ടെങ്കിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോകാമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒന്നുണ്ടെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കാതെ നോക്കാം. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു.